കഴിഞ്ഞ ദിവസം രണ്ട് വാർത്ത കാണാനിടയായി. നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു പ്രസ്താവനയായിരുന്നു. മദ്യപിച്ചവരെ KSRTC ബസ്സിൽ കയറ്റില്ല എന്ന് പറഞ്ഞ ഒരു വാർത്ത. അപ്പോൾ മദ്യപിച്ച് വരുന്ന ആൾക്കാരെ KSRTC ബസ്സിൽ കയറ്റില്ല, അത് കർശനമായിട്ടുള്ള നടപടികളുണ്ടാവും, മദ്യപിച്ചിട്ട് ബസ്സിൽ കയറി പോകാമെന്ന് ആരും വിചാരിക്കേണ്ട എന്നൊക്കെയുള്ള ഒരു പ്രസ്താവനയും അതിനോടനുബന്ധിച്ചുള്ള ഒരു വാർത്തയൊക്കെ ഞാനിങ്ങനെ കണ്ടു. അതേസമയം തന്നെ മറ്റൊരു വാർത്തയും കണ്ടു. ട്രെയിനിൽ മദ്യപിച്ച് യാത്ര ചെയ്യുന്നവരെ കണ്ടെത്താൻ പരിശോധന. ട്രെയിനിൽ മദ്യപിച്ച് യാത്ര ചെയ്യുന്നവരെ കണ്ടെത്താൻ പരിശോധന. സുരക്ഷ കൂട്ടി റെയിൽവേ പോലീസ് ഫോഴ്സ്, അതായത് RPF. ഞാൻ ഈ രണ്ട് വാർത്തകളും ഇങ്ങനെ കണ്ടിട്ട് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇത് പോകുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കർശനമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരേണ്ടി വരുന്നത്? ഞാൻ ഏകദേശം ഒരു 90ഓളം രാജ്യങ്ങളായി ഇപ്പോൾ സന്ദർശിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ പല സ്ഥലത്തും ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കൊച്ചിയിൽ നിന്ന് ലണ്ടൻ വരെയുള്ള KLTUK യാത്രയിൽ 50 രാജ്യങ്ങളിൽ ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്തു. ഇവിടെ ഒന്നും കാണാത്ത ഈ പ്രശ്നം എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രം സംഭവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു ചോദ്യം. അല്ലെ, ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, എന്താണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നം? എന്താണ് നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നം? എന്തുകൊണ്ടാണ് നമ്മൾ മദ്യപിച്ചാൽ ഇത്തരത്തിൽ ലക്ക് കെട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതും, പല ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതും, ആളുകൾക്ക് പബ്ലിക് നോയിസൻസ് ഉണ്ടാക്കുന്നതും? എന്തുകൊണ്ടാണ് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ആളുകൾക്ക് അറിയാത്തത്? ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് യാത്രകളിൽ, പ്രത്യേകിച്ച് ഇപ്പം ട്രെയിനുകൾ, ബസ്സുകൾ, പിന്നെ വിമാനങ്ങൾ, ഇതൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പെടുത്താവുന്ന കാര്യങ്ങളാണ്, കപ്പലുകൾ. അപ്പോൾ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 90% രാജ്യങ്ങളിലും ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ, പ്രത്യേകിച്ച് ട്രെയിനുകൾ, ബസ്സിലില്ല, ട്രെയിനിലും അതേപോലെ തന്നെ വിമാനത്തിലും ഒക്കെ യാത്ര ചെയ്യുന്നവർക്ക് മദ്യം കൊടുക്കും. മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള മദ്യം അവൈലബിൾ ആണ്. വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഇൻ്റർനാഷണൽ യാത്രകളിൽ നിങ്ങൾക്ക് മദ്യം കിട്ടും. ചില രാജ്യങ്ങളിൽ ഡൊമസ്റ്റിക് യാത്രകളിലും നിങ്ങൾക്ക് മദ്യം വാങ്ങാൻ പറ്റും. മദ്യം എന്ന് പറയുമ്പോഴത്തേക്കിനും ചിലപ്പം ഹാർഡ് ലിക്കേഴ്സ്, അതേപോലെ തന്നെ ബിയർ, വൈന്, പിന്നെ ഷാംപെയിൻ, അങ്ങനെ പല പല മദ്യവും പല രീതിയിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാവുന്നതുകൊണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട്. ഇപ്പം എമിറേറ്റ്സ്, എയർ ഇന്ത്യ പോലെയുള്ള വിമാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് സൗജന്യമായിട്ട് അവർ മദ്യം നൽകാറുണ്ട്. എക്കണോമി ക്ലാസ്സിലിരിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് വെച്ച് അവർ തരും. ബിസിനസ് ക്ലാസ്സിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് എത്ര ചോദിച്ചാലും കൊടുക്കും എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത്. അതേസമയം ട്രെയിനുകളിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചൈന, റഷ്യ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിലെ ട്രെയിനുകളിൽ പോലും ഞാൻ അവിടെ മദ്യം ആളുകൾ കൊണ്ടുവരുന്നതും കഴിക്കുന്നതും കണ്ടിട്ടുണ്ട്. യൂറോപ്പിലും US-ലും എവിടെ പോയി കഴിഞ്ഞാലും ട്രെയിനിനുള്ളിലെ പാൻട്രിയിൽ നിന്നും നമുക്ക് മദ്യം വാങ്ങിച്ച് കഴിക്കാൻ സാധിക്കും, മദ്യം കഴിക്കുന്ന ആളുകൾക്ക്. റഷ്യൻ യാത്ര, ഞാൻ മോസ്കോയിൽ നിന്നും വ്ളാഡിവോസ്റ്റോക്ക് വരെയുള്ള, ഇർകുട്സ്ക് വരെയുള്ള ഒരു 5 ദിവസം നീണ്ടു നിന്ന ഒരു റഷ്യൻ യാത്രയിൽ ശരിക്കും അവിടെയും ഈ പറഞ്ഞ പോലെ ആളുകൾ മദ്യം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിൽ മദ്യം വിൽക്കുന്നത് കാണാം, ട്രെയിനിനുള്ളിൽ മദ്യം വിൽക്കുന്നത് കാണാം. ഈവൻ മദ്യം വാങ്ങിച്ച്, ബിയർ ആണെങ്കിലും ലിക്കർ ആണെങ്കിലും മദ്യം വാങ്ങിച്ച് നിങ്ങൾ ട്രെയിനിനുള്ളിൽ കൊണ്ടുപോയി കഴിക്കുന്നത് കൊണ്ടൊന്നും ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ മാത്രം ഇത് വലിയൊരു സാമൂഹിക വിപത്തായി മാറുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ കണ്ട ഒരു വാർത്തയാണ്. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടതിന് പിന്നാലെ കർശന നടപടിയുമായി ഗതാഗത വകുപ്പ്. മദ്യപിച്ചെത്തുന്നവരെ ഇനി മുതൽ KSRTC ബസ്സിൽ കയറ്റില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക, KSRTC ബസ്സിൽ മദ്യപന്മാരെ ഇനി കയറ്റില്ല. മദ്യപിച്ചെത്തുന്നവരെ ബസ്സിൽ നിന്ന് പുറത്താക്കണമെന്ന് കണ്ടക്ടർമാർക്ക് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകി. അതെങ്ങനെ തിരിച്ചറിയും? കൂടുതൽ വിവരങ്ങളുമായി എന്താല്ലേ, മദ്യപിച്ചവർക്ക് ഇനി എങ്ങനെ നാട്ടിൽ പോകാൻ പറ്റും, വീട്ടിൽ പോകാൻ പറ്റും? പോയി ഊതിക്കൂ, എന്ത് സംഭവിക്കും, എങ്ങനെയാണ് ഇത് ഊതിച്ചു നോക്കും ഓരോ യാത്രക്കാരനെയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്കിനും ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പം മദ്യപിക്കുന്ന ആൾക്കാർക്ക് മദ്യപിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ബാറും സാധനങ്ങളൊക്കെ ഓപ്പൺ ആണ് എല്ലായിടത്തും. അപ്പോൾ ബാറിൽ പോയി 2 മദ്യം കഴിച്ചിട്ട് തിരിച്ച് അവന് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവന് ബസ്സിൽ കയറി പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ടാക്സി വിളിച്ച് പോകണം, അല്ല ഓട്ടോ വിളിച്ച് പോകണം, അല്ലേ? അപ്പോൾ മദ്യപന്മാർക്ക് ഇത് KSRTC ബസ്സിൽ കയറാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എല്ലാ KSRTC ബസ് സ്റ്റാൻഡുകളുടെ മുമ്പിലും ഒരു ബാറില്ലേ? ഇല്ലാത്ത KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടോ? വളരെ അപൂർവമായിരിക്കും. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിലും തിരുവനന്തപുരം KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിലും സർക്കാരിൻ്റെ തന്നെ KTDC ഉണ്ട് അവിടെ, ബിയർ പാർലർ തിരുവനന്തപുരം KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിൽ.
അപ്പോൾ ഏത് KSRTC ബസ് സ്റ്റാൻഡിനെ ആണെങ്കിലും ഏത് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണെങ്കിലും അത് കേരളത്തിലും അല്ല ഇന്ത്യയിലും അല്ല ലോകത്ത് എവിടെ പോയാലും ഒരു ബാർ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ അടുത്ത് ബാർ വെച്ചിരിക്കുന്നത് എന്തിനാ? അല്ല, എൻ്റെ ഒരു ചോദ്യമാണ്. ഈ യാത്ര ചെയ്യുന്നവർക്ക് 2 അടിച്ചിട്ടിരുന്ന് ഉറങ്ങാൻ വേണ്ടിയല്ലേ? ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ഒരു ബസ് അല്ലെങ്കിൽ ഒരു ട്രെയിൻ 2 അടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രാത്രി 2 അടിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങുമായിരിക്കും. അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവരും മദ്യപിക്കും എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ മദ്യപാനത്തെ സപ്പോർട്ട് ചെയ്യുകയോ മദ്യപിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒരു 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആണോ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ധാരാളം ആളുകളെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. പണ്ട് ഒരു വാർത്ത കണ്ടത് ഓർമ്മയില്ലേ? എയർ ഇന്ത്യയുടെ ഒരു ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തൊരു വ്യക്തി മദ്യപിച്ച് ലെക്ക് കെട്ട് ബാത്റൂം ആണെന്ന് കരുതി വേറൊരു സീറ്റിൽ ഉറങ്ങിക്കിടന്ന ആളുടെ ദേഹത്ത് പോയി മൂത്രം ഒഴിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ പല സംഭവങ്ങളും മദ്യാസക്തിയിൽ ഇതേപോലെ ആളുകൾ പെരുമാറുന്നു. മദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് ആളുകൾ മെൻ്റലാവുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭ്രാന്ത് പിടിക്കുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകുന്നു, മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നു. എന്തുകൊണ്ട് ഈ മദ്യം കഴിച്ചിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല? എല്ലായിടത്തും ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം മദ്യം കൊടുക്കുമ്പോഴത്തേക്കിനും ആൾക്കാർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മദ്യം കഴിച്ചതിന് ശേഷം അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റുന്നില്ല? പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലേസിൽ. അത് സിവിക് സെൻസിൻ്റെ പ്രശ്നമാണോ? ഇത് എവിടെ നിന്ന് പഠിക്കും ആൾക്കാർ? അപ്പോൾ അങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നിടത്തോളം കാലം നമുക്ക് ഇതുപോലെയുള്ള വാർത്തകളും നിയന്ത്രണങ്ങളും നമ്മൾ കാണേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ നമുക്ക് മദ്യം കൊടുക്കുന്ന പരിപാടിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ലക്ഷറി ട്രെയിനുകളില്ലേ, അത്തരത്തിലുള്ള ലക്ഷൂറിയസ് ട്രെയിനുകളിൽ പാക്കേജ് എടുത്ത് പോകുന്ന ആളുകൾക്ക് ഇന്ത്യൻ റെയിൽവേ മദ്യം വിളമ്പുന്നുണ്ട്. അതല്ലാതെ പാസഞ്ചേഴ്സിന് മദ്യം കഴിക്കാനോ മദ്യം കൊണ്ടുപോകാനോ ഉള്ള ഒരു നിയമം എനിക്ക് തോന്നുന്നു ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇറ്റ്സ് നോട്ട് അലൗഡ് ആക്ച്വലി. അപ്പോൾ അങ്ങനെയുള്ള പല റെസ്ട്രിക്ഷൻസും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ 2 അടിച്ചു കഴിഞ്ഞാൽ അത് വയറ്റിൽ കിടക്കണം, അത് പുറത്ത് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഈ മദ്യനിരോധനവും അതേപോലെ മദ്യം നിരോധിക്കുന്നില്ല എവിടെ? മദ്യം ഈവൻ ഈ പറഞ്ഞ പോലെ ഉപയോഗിച്ച് കഴിഞ്ഞുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ് പ്രശ്നം. അപ്പോൾ ഈ മദ്യം നമുക്ക് കൺട്രോൾ ചെയ്യാം. ഈ മദ്യം നമുക്ക് ഒരു മദ്യപിച്ച് നടക്കുന്നവനെ കണ്ടാൽ അത്യാവശ്യം ആളുകൾക്ക് മനസ്സിലാവും അവൻ അടിച്ചിട്ടുണ്ടോ, അവൻ പ്രശ്നക്കാരനാണോ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആളെ ഈ പറഞ്ഞ പോലെ KSRTC കണ്ടക്ടർക്ക് വേണമെങ്കിൽ പുറത്താക്കാം. ഒരു കഞ്ചാവ് അടിച്ചിട്ട് കിറങ്ങി വരുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഈ ആളെ എങ്ങനെ മനസ്സിലാക്കും? ഇയാൾ കഞ്ചാവ് അടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്? എങ്ങനെ അയാൾ പബ്ലിക്കായിട്ട് കഞ്ചാവ് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കാതെ എങ്ങനെ ആളുകൾക്ക് മനസ്സിലാവും? ഈ മദ്യമാണോ പ്രശ്നക്കാരൻ, കഞ്ചാവാണോ പ്രശ്നക്കാരൻ? ഈ കഞ്ചാവ് വലിച്ചിട്ട് വരുന്നവരെ കയറ്റില്ല, കഞ്ചാവ് വലിച്ചിട്ട് വരുന്നവരെ യാത്ര ചെയ്യിപ്പിക്കില്ല എന്നൊക്കെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? മദ്യം മാത്രമാണ് വില്ലൻ, മദ്യം മാത്രമാണ് പ്രശ്നക്കാരൻ. മദ്യത്തെക്കാട്ടി പ്രശ്നക്കാരനാണ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലേ? അപ്പോൾ ഇത് എന്താണ് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്? കഞ്ചാവും കൊണ്ട് വിമാനത്തിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, കഞ്ചാവും കൊണ്ട് ട്രെയിനിലും ബസ്സിലും ഒക്കെ വേണം യാത്ര ചെയ്യാം. കഞ്ചാവ് വലിച്ചിട്ട് യാത്ര ചെയ്യാം, പ്രശ്നമില്ല. കഞ്ചാവ് വലിച്ചിട്ട് വിമാനത്തിൽ യാത്ര ചെയ്യാനും പറ്റില്ല, പ്രശ്നമാണ്. കണ്ടുപിടിക്കും, പട്ടികളുണ്ടാവും, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ട്രാവലിലൊക്കെ പട്ടികളൊക്കെ ഉണ്ടാവും, മണത്ത് കണ്ടുപിടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ലഹരികൾക്കൊന്നും ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല, മദ്യം മാത്രമാണ് അവിടെയും വില്ലൻ. അപ്പോൾ വാർത്ത കാണുമ്പോഴത്തേക്കിനും നമുക്ക് മനസ്സിലാവുന്നത് KSRTC ബസ്സിലാണെങ്കിലും ട്രെയിനിലൊക്കെ റാൻഡമായിട്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇരിക്കുന്ന ആളുകളെ RPF പോയിട്ട് മറ്റേ അനലൈസർ വെച്ച് ഊതിപ്പിക്കുന്നതായിട്ടൊക്കെ ഞാനൊരു വാർത്തയിൽ കണ്ടു. പ്രത്യേകിച്ച് അവർ കുറച്ച് അതിഥി തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരെയാണ് പോയി ഊതിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ പോയി ഊതിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോ അത് പബ്ലിക്കായിട്ട് അയാളുടെ ഫേസ് പോലും ബ്ലർ ചെയ്യാതെ എടുത്ത് വാർത്ത കൊടുക്കുമ്പോഴത്തേക്കിനും അത് കുറച്ച് വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം ആ ആളെ അനുബന്ധിച്ചുള്ളൊരു കാര്യമോ ആൾക്കാരോ ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കിനും അത് കുറച്ച് ഇൻസൾട്ടിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം ഒരു പബ്ലിക് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഒരാളെ റാൻഡമായിട്ട് തെരഞ്ഞു പിടിച്ച് ഊതിക്കേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എനിക്കറിയില്ല എത്രത്തോളം ശരിയായിട്ടുള്ളൊരു നടപടിയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ റാൻഡമായിട്ട് റെയിൽവേ പോലീസ് ആളുകളെ ഊതിക്കുന്നു. KSRTC ബസ്സിലാണെങ്കിൽ ഈ കയറുന്ന ആളുകളെ ഊതിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ അയാൾ മദ്യപിച്ചിട്ടുള്ള ഒരാളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കണ്ടക്ടർക്ക് നടപടി എടുക്കാം എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ കണ്ടക്ടർക്ക് ഇയാളെ ബസ്സിൽ നിന്നും ഇറക്കി വിടാം, കയറാനുള്ള പെർമിഷൻ കൊടുക്കാണ്ടിരിക്കാം എന്ന് പറയുന്നു. അതേപോലെ യാത്രക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ സ്ത്രീകളോ അങ്ങനെ ആരെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിടുകയാണെങ്കിൽ ആ ആളെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇറക്കി വിടണം എന്ന് പറയുന്നു. എന്നിട്ട് യാത്ര തുടരാവൂ എന്നൊക്കെ പറയുന്നു. ശരിക്കും നല്ല കാര്യമാണ്, യെസ്, ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാർ ഈ പറഞ്ഞ രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അത് വയറ്റിൽ കിടന്നിട്ട് യാത്ര ചെയ്യാൻ ആൾക്കാർ പഠിക്കട്ടെ, അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അത് ലിമിറ്റഡായിട്ട് മദ്യപിച്ചിട്ട് യാത്ര ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും പഠിക്കട്ടെ. എന്തായാലും കേരളത്തിൽ KSRTC ബസ് സ്റ്റാൻഡുകളുടെ സമീപത്തായിട്ടുള്ള എല്ലാ ബാറുകളും
ഒരു 90% അവിടെ വരുന്ന ആൾക്കാരും ഈ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവർ തന്നെ ആയിരിക്കും. അവരെല്ലാവരും രണ്ടെണ്ണം അടിച്ചിട്ടായിരിക്കും കയറുന്നതും. ഇല്ലെങ്കിൽ ഈ ഇതുപോലെ KSRTC ബസ് സ്റ്റാൻഡുകൾക്ക് അടുത്ത് ഈ കേരളമെമ്പാടും അങ്ങോളം ഇങ്ങോളം ബാറുകൾ വരുമോ, ബാറുകൾ ഉണ്ടാവുമോ? അല്ലാതെ സാധാരണ ഉള്ള സ്ഥലത്തുനിന്ന് എനിക്കറിയില്ല. അവിടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം ആൾക്കാർ അവിടെ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ബേസിക്കലി. എന്തായാലും ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക. ബസ്സിലോ ട്രെയിനിലോ ഒക്കെ മദ്യവുമായിട്ട് കൊണ്ടുപോകാതിരിക്കുക, മദ്യപിച്ചിട്ട് പോകാണ്ടിരിക്കുക. പക്ഷേ വിമാനത്തിൽ പോകാട്ടോ, പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. വിമാനത്തിൽ ഈ പറഞ്ഞ പോലെ ഓവറായിട്ട് മദ്യപിച്ചിട്ട് ലക്ക് കേട്ട് പോകുന്ന ആൾക്കാരെ കയറ്റില്ല എന്നൊക്കെ പറയുന്നൊരു നിയമം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഉടനെ തന്നെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി ചിലപ്പം ഇന്ത്യയിൽ നിന്നുള്ള വിമാനത്തിൽ മദ്യം വിലക്കാനുള്ള സംവിധാനങ്ങളും നമുക്ക് ഭാവിയിൽ ചിലപ്പം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വന്നേക്കാം. ചിലപ്പോൾ ഇന്ത്യയിലേക്കുള്ള വിദേശ വിമാനങ്ങളിൽ പോലും ഇന്ത്യക്കാർക്ക് മദ്യം കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം. എന്തായാലും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ചില യാത്രകളിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ ദുബായിൽ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നും, ദുബായിൽ നിന്ന് മാത്രമല്ല മിക്ക സ്ഥലങ്ങളിൽ നിന്നും ഈ ഇന്ത്യയിലേക്ക് വരുന്ന വിമാനങ്ങളിൽ ഇന്റർനാഷണൽ യാത്രകൾ മദ്യം വിളമ്പും. അപ്പോൾ അതിൽ മദ്യം കഴിക്കുന്നവരുണ്ടാവാം, കഴിക്കാത്തവരുണ്ടാവാം. പ്രത്യേകിച്ച് എക്കണോമിക് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും ഇപ്പം മദ്യം കഴിക്കുന്ന ഒരാളാണ് തൊട്ടടുത്ത് മദ്യം കഴിക്കാത്ത ഒരാളാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചേട്ടനെ കൂടെ വാങ്ങിച്ചോളൂ, ഞാൻ കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്നേഹപ്രകടനമൊക്കെ കാണിച്ച് അവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് ഞാൻ കുടിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ എയർ ഹോസ്റ്റസുമാർ ചില സമയത്ത് ലിമിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അവരോട് ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ അവരോട് കെഞ്ചി മദ്യം ചോദിക്കുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും വലിയ ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ ഇന്ത്യക്കാരെ അപമാനിക്കുന്ന കാര്യത്തിൽ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി ലോകത്തിൻ്റെ മുമ്പിൽ വീണ്ടും വരാണ്ടിരിക്കട്ടെ. എന്തായാലും മദ്യപിക്കുന്ന ഒരു റെസ്പോൺസിബിളായിട്ട് മദ്യപിക്കാൻ പഠിക്കുക, ബിഹേവ് ചെയ്യാൻ പഠിക്കുക. മദ്യപാനത്തിന് ശേഷം ബിഹേവ് ചെയ്യാൻ പഠിക്കുക, പബ്ലിക്കായിട്ട് ന്യൂസൻസ് ഉണ്ടാക്കാതെ ബിഹേവ് ചെയ്യാൻ പഠിക്കുക. മദ്യപിക്കാത്തവർ പുതിയൊരു ശീലം തുടങ്ങാണ്ടിരിക്കുക. ദാറ്റ്സ് ഇറ്റ്.